Hi, welcome to Dream Snaps. How to launch an e-commerce business in 100 days challenge. Step-by-step process week 12 and day 78 to 84. Sales system setup. കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ലൊരു സെയിൽസ് സിസ്റ്റം, ഒരു സ്ട്രോങ് സെയിൽസ് സിസ്റ്റം വേണ്ടതാണ്. ഒരു സ്ട്രോങ് സെയിൽസ് സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ആഴ്ചത്തെ നമ്മുടെ ടാസ്ക്. ഡേ 78 ഡിഫൈൻ യുവർ ഡെയിലി ഓർഡർ ഗോൾ. നമുക്ക് എത്ര ഓർഡർ ആണ് ഡെയിലി വരേണ്ടതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു മാസം നമുക്ക് എത്ര റവന്യൂ കിട്ടണം അല്ലെങ്കിൽ എത്ര സെയിൽസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് 30 ഡേയ്സിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ആവറേജ് എത്ര ഓർഡർ വരണമെന്ന് അറിയാൻ പറ്റും. ഡേ 79 ക്രിയേറ്റ് എ റിപ്പീറ്റബിൾ സെയിൽസ് ഫ്ലോ സിസ്റ്റം. നമ്മുടെ സെയിൽസിന്റെ ഫ്ലോസ് സ്ലോ ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് റീൽസിലൂടെയും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ആഴ്ചയിൽ നമുക്ക് മിനിമം എത്ര റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നമ്മുടെ റീൽസിന്റെ റീച്ച് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് റീൽസ് 3 to 4 റീൽസ് പെർ വീക്ക് നമുക്ക് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, ഹെയർ ടിപ്സ് പോസ്റ്റ് ചെയ്യുക, അതുപോലെ സ്റ്റൈലിംഗ് ടിപ്സ്, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീക്ക്ലി ഓഫേഴ്സ്, നമ്മുടെ സെയിൽസ് സ്ലോ ആകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓഫേഴ്സ് നൽകിക്കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഡേ 80 കസ്റ്റമർ ഫോളോ അപ്പ് സിസ്റ്റം. അതായത് കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്ത് അല്ലെങ്കിൽ ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അവർ ഓർഡർ ചെയ്തെന്ന് വരില്ല, അപ്പം നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമേറ്റഡ് ഫോളോ അപ്പിലൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ചിലപ്പോൾ കാർട്ടിലെടുത്തിട്ടുണ്ടാവും, അവർ ചിലപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അബൻഡന്റ് കാർട്ട്സ് നമുക്ക് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്, അല്ലാണ്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ മെസ്സേജോ മെയിലോ അയക്കാവുന്ന സൈറ്റുകളും. അപ്പൊ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കസ്റ്റമേഴ്സിനെ. എപ്പോഴും ശ്രദ്ധിക്കുക, മെസ്സേജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെ കമ്പൽ ചെയ്യാമെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ മെസ്സേജ് ചെയ്യാൻ. അവർക്ക് നമ്മുടെ ഒരു മെസ്സേജ് അവർക്കൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നരുത്. കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇത് ഷിപ്പ് ചെയ്തിരിക്കുന്ന ദിവസം, ഷിപ്പ് ചെയ്യുന്ന ട്രാക്കിംഗ് നമ്പർ, ഇതെല്ലാം കറക്റ്റായിട്ട് അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്തുകൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡേ 81 ട്രസ്റ്റ് സിഗ്നൽസ്. അതായത് നമ്മൾ പ്രൂഫ്, നമുക്ക് കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് നമ്മൾ നേടാനായിട്ട് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് നമ്മുടെ എന്ന് കസ്റ്റമേഴ്സിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ പ്രൂഫ് നൽകാൻ പറ്റുമോ അതെല്ലാം നൽകുക. കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റിമോണീസ് ഉണ്ടെങ്കിൽ അത് നൽകുക. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം. നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോം പേജിൽ കാണിക്കാൻ ശ്രമിക്കുക. അതുപോലെ വാട്സപ്പിന്റെ സപ്പോർട്ട് നമ്പർ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മാക്സിമം കസ്റ്റമേഴ്സിന് ട്രസ്റ്റബിൾ ആയിട്ട് എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ ഹോം പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഉൾപ്പെടുത്തേണ്ടതാണ്. കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് മാക്സിമം നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് വരുന്ന ഓർഡർ ജെന്യുവൻ ഓർഡർ ആണെന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഓർഡർ നമ്മൾ ഫൈനലൈസ് ചെയ്യാവുള്ളൂ. സോ ക്യാഷ് ഓൺ ഡെലിവറി ഒത്തിരി ഫ്രോഡ് ആയിട്ടുള്ള ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് വരും, അത് നമുക്ക് ഒത്തിരി നഷ്ടത്തിലേക്ക് വരുത്തും. അതുകൊണ്ട് ജെന്യുവൻ ആയിട്ട് ഉള്ള ഓർഡേഴ്സ് ആണെന്ന് നമുക്ക് വരുന്ന ഫോൺ നമ്പറിൽ എന്തിനാണെന്ന് വിളിച്ച് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഡേ 82 ഷെയർ യുവർ ഫുൾ ബ്രാൻഡ് സ്റ്റോറി. നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റോറി എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ എന്ത് ബിസിനസ്, എന്റെ കാര്യത്തിലാണെങ്കിൽ എന്തുകൊണ്ട് ജ്വല്ലറി ബിസിനസ് തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് നമ്മളൊരു പെക്യുലർ നിഷ് തിരഞ്ഞെടുത്തു, അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ മിഷൻ എന്താണ്, നമ്മൾ എന്ത് പ്രോമിസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബ്രാൻഡ് സ്റ്റോറി വെബ്സൈറ്റിലും ആ സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്യണം. ഒരു പേജ് തന്നെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഡേ 83 ഇൻട്രൊഡ്യൂസ് യുവർ ബ്രാൻഡ്. നമ്മൾ ഇതേപോലെ ഫേസ് കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കുക ഫേസ് കാണിച്ച് തന്നെ നമ്മുടെ ബ്രാൻഡ് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫൗണ്ടർ ലെഡ് കണ്ടന്റ് ആണ് നമ്മൾ ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. സോ നമ്മൾ ആരാ എന്താന്ന് ആൾക്കാർക്ക് നമ്മൾ തന്നെ സ്വയം പരിചയപ്പെടുത്തിയാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ട്രസ്റ്റ് നമ്മളിലുണ്ടാവും. ഡേ 84 ഷെയർ യുവർ ജേർണി. നമ്മുടെ ജേർണി എന്താന്ന് നമ്മൾ റീൽസിലൂടെയും അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ അതിലൂടെയും നമ്മുടെ ജേർണി കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മുടെ തുടക്കം മുതലുള്ള വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വീഡിയോസ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അത്രയും വീഡിയോസ് നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ജേർണിയിലേക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കണം. സോ ഈ ആഴ്ചത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.